ഇതൊരു കുതിരവാലിയുടെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിലെ മുളകുകളുണ്ടോ? ഒറ്റ കൊലയാണ്. ഇത് നമ്മുടെ ഒറ്റ ഇതിൽ നിന്നാണ് ഇത് മുഴുവനും വന്നിരിക്കുന്നത്. ഇതുണ്ടോ? ഇതാണ് കുതിരവാലിയുടെ പ്രത്യേകത അല്ലേ? അതെ അതെ. തിരിയുടെ നീളം. നമുക്ക് സാധാരണ കരിമണ്ടയ്ക്ക് ഇച്ചിരി രോഗം കൂടുതലല്ലേ? അപ്പൊ ഇങ്ങനെ കുറ്റിക്കുരുള ചെയ്യുമ്പോൾ തിപ്പല്ലിയിൽ ചെയ്ത് കഴിഞ്ഞാൽ രോഗം കുറവാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ എറണാകുളം ജില്ലയിലാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. എറണാകുളം ആമ്പല്ലൂരിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഇത്രയും കാര്യമായ രീതിയിൽ, വലിയ രീതിയിൽ ഒരു കുരുമുളക് നഴ്സറി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾ അങ്ങനെ ഒരു നഴ്സറിയാണ് പരിചയപ്പെടുന്നത്. ഒരേക്കറിൽ അല്ലേ? അതെ അതെ. അതൊരു യുവ സംരംഭകനാണ് ചെയ്യുന്നത്. നമ്മൾ യുവ സംരംഭകനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത്ര ഒരേക്കറിൽ കുരുമുളക് നഴ്സറി മാത്രം, അതും ഗ്രാഫ്റ്റഡ് തൈകളാണ്. നമ്മുടെ കുറ്റിക്കുരുമുളകുണ്ട്, അതിനൊപ്പം തന്നെ വള്ളിക്കുരുമുളക് ചെയ്യുന്നുണ്ട്, പല ഇനങ്ങളുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഇത്രയും കാര്യമായിട്ട് ഇവർ പല ഇടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എല്ലാ ഇനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രോയെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. ഒന്ന് പറഞ്ഞ പേരൊക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് അജിത്തിന്റെ വീട് ശരിക്കും ഇവിടെ തന്നെയാണ്? അതെ അതെ, ആമ്പല്ലൂർ. ഓക്കെ, ഇതെന്താ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ കാരണം എന്താ? കുരുമുളകിന്റെ മുമ്പോട്ടുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഒരിക്കലും വില ഇടിയുന്നില്ലല്ലോ. ഡെയിലി നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഏറ്റവും വേണ്ട ഒരു സ്പൈസ് ആണ് കുരുമുളക് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. നമുക്ക് കൃഷിയായിട്ടുണ്ടോ അതോ? നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പാട്ടത്തിന് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് സ്വന്തമായിട്ട് വേറെ ചെയ്തിട്ടുണ്ട്. നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പാട്ടത്തിനടുത്ത് ഭൂമികൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മളിവിടെ ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത് ഈ കുരുമുളക് തൈകൾ? മെയിൻലി ബൾക്കിന് പോകുന്നത് കരിമുണ്ട, പന്നിയൂര്, അതുപോലെ തന്നെ തെക്കൻ ചെയ്യുന്നുണ്ട്, ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇനങ്ങളാണ്. എല്ലാ ഇനങ്ങളും ഉണ്ട്. ഉണ്ട്. കുതിരവാലി ഉണ്ട് അല്ലേ? കുതിരവാലി എങ്ങനെയുണ്ട്? നല്ല മൂവ്മെന്റ് ഉണ്ട്? കുതിരവാലി നല്ലതാണ്. കുതിരവാലി നല്ല മൂവ്മെന്റ് ഉള്ള ഐറ്റാ. ഓക്കെ. എന്തായാലും ശരിക്കും നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കുതിരവാലിയുടെ ഒരു എപ്പിസോഡൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ പലരും കുതിരവാലിയുടെ തൈയോടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുതിരവാലിയുടെ നല്ലൊരു കളക്ഷൻ ഉണ്ടല്ലേ? കുതിരവാലിയുടെ. അപ്പൊ നമ്മൾ എന്താ ആദ്യം പരിചയപ്പെടുന്നത്? കുറ്റിക്കുരുമുളകിൽ നിന്ന് തുടങ്ങാം. ഇതേതാ ഈ നിർത്തിയിരിക്കുന്നതാണ്? ഇത് നമുക്ക് നാടൻ കൊടിയാണ്. നാടനാണ്. നമ്മുടെ ഒരു വട്ടമുണ്ടി ഇതിന്റെയൊക്കെ ഒരു ക്രോസ് ആയിട്ട് വരുന്നത് നാടൻ തന്നെയാണ് വരുന്നത്. ഈ ഐറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുതിരവാലി എന്ന് പറഞ്ഞ ഐറ്റാണ് അത് ഇരിക്കുന്നത്. അപ്പൊ ഇത് നല്ല ഈൽഡ് ഉണ്ടോ ഇതിന്? ഉണ്ട്. നല്ല കാര്യം. നമുക്ക് ഈൽഡുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് വട്ടമുണ്ടിയാണോ ശരിക്കും? വട്ടമുണ്ടി നീലമുണ്ടിയുടെ ഒരു ഗണത്തിൽപ്പെട്ട നാടൻ കൊടികളാണ്. കുറച്ച് നാടൻ കൊടികളുണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് നഴ്സറി ഒന്ന് പരിചയപ്പെടുത്തി തരികയല്ലേ? എല്ലാം ഒന്ന് കാണിച്ചൊക്കെ തരാം അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് സിംഗിൾ പ്ലാന്റ് അല്ല, ഇത് മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അത് നമുക്ക് താഴെ ഓറഞ്ച് ചെയ്തിട്ടുണ്ട്, വീണ്ടും മുകളിൽ ഓറഞ്ച് ചെയ്തിട്ടുണ്ട്, ഇതിന് മുകളിലായിട്ട് വേറെ ഓറഞ്ച് ചെയ്തിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പല ഇനങ്ങളാണ് ചെയ്തേക്കുന്നത്? അതെ. ഓരോ ഇനങ്ങൾ നമ്മൾ മിക്സ് ആക്കി ചെയ്തേക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ അങ്ങനെ ചെയ്യുന്നുണ്ട്? മൾട്ടി ഗ്രാഫ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് സിംഗിൾ പ്ലാന്റ് കണ്ടില്ലേ, ഒരു ബക്കറ്റിനകത്ത് നമ്മൾ 5-6 തൈ ചെയ്ത് വെച്ചേക്കണം. ഓ, അങ്ങനെ ചെയ്തിട്ടുണ്ട്? അതെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം പല ഈൽഡ്, പല കുരുമുളക് ഒരെണ്ണത്തിന് തന്നെ കിട്ടും അല്ലേ? അത് തന്നെ. ഓക്കെ. ഇത് എന്നാ റേറ്റ് വരും ഒരെണ്ണത്തിന്? നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റ് ആണ്. ഇതിനൊക്കെ മോഹവിലകളാണ് വരുന്നത്. ഇത് വന്ന് കണ്ട ആളുകൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ. കൊളബ്രീനിയത്തില്ലേ? കൊളബ്രീൻ എന്ന് പറയും. അത് മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് എന്ന് പറയും. ഒരു തൈ തന്നെ വീണ്ടും തിപ്പല്ലികൾ വളർത്തി വിട്ട് വീണ്ടും ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് നമുക്ക് കുതിരവാലി എന്ന് പറഞ്ഞ ഐറ്റം. കുതിരവാലി. അതെ, നല്ല ഈൽഡിങ്ങും മണികൾ കണ്ടില്ലേ? നല്ല. ഇത് നമ്മൾ ഈ കുറ്റിക്കുരുമുളക് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഇത് കുറ്റിക്കുരുമുളകാണ്. അല്ല, ഞാൻ ചോദിച്ചത് എങ്ങനെ മറ്റേ മരമായിട്ട് ചെയ്യുന്നതും ഇതുമായിട്ട് ഒരു വ്യത്യാസം വരുമല്ലോ? ഇല്ല, നോർമലി രണ്ടും നല്ല ഈൽഡിങ് വരുന്നുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ മരമായിട്ട് കാണുന്ന അത്രയും തന്നെ വലുപ്പത്തിൽ നമുക്ക് തിരികൾ കിട്ടുന്നുണ്ട്. ഇതും ശരിക്കും മദർ പ്ലാന്റ് ആണോ? ഇത് മദർ പ്ലാന്റ് ആണ്. നിങ്ങൾ ഇതിൽ നിന്നാണോ എടുത്ത്? ഇതിൽ നിന്നും ചെയ്യുന്നുണ്ട്, പക്ഷെ ബൾക്ക് ക്വാണ്ടിറ്റീസ് വരുമ്പോഴത്തേക്കും അത്രയും കട്ടിങ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തേക്കുന്ന തോട്ടങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. ഇതൊരു കുതിരവാലിയുടെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിലെ മുളകുകളുണ്ടോ? ഒറ്റ കൊലയാണ്. ഇത് നമ്മുടെ ഒറ്റ ഇതിൽ നിന്നാണ് ഇത് മുഴുവനും വന്നിരിക്കുന്നത്. ഇതുണ്ടോ? ഇതാണ് കുതിരവാലിയുടെ പ്രത്യേകത അല്ലേ? അതെ. തിരിയുടെ നീളം. ശരിക്കും പറഞ്ഞാൽ ഇതാ കൊടിയിലുണ്ടാകുന്ന പോലെ എന്ന് വെച്ചാൽ താങ്ങാല ഉണ്ടാകുന്ന പോലെ തന്നെ ഉണ്ടാവും അല്ലേ? അതെ. നമുക്ക് കുറ്റിക്കുരുമുളകായിട്ട് ചെയ്തേക്കുന്നത്, പക്ഷെ അതേപോലെ തന്നെ നമുക്ക് നീളം കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു തിരുവനന്തപുരം വെറൈറ്റി ആണ്. തിരുവനന്തപുരം വെറൈറ്റി? അതെ. അതിന്റെ പേരെന്തോ? ഇത് പേരൊന്നുമില്ല, അത് അവിടെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയതാ. അതെ. നല്ല ഈൽഡ് ഉണ്ടോ? നല്ല ഈൽഡുള്ളതാണ്. എന്താ പ്രത്യേകത? എന്തുള്ള? നല്ല അത്യാവശ്യം മുഴുപ്പുള്ള മുളകാണ്.
തിരിക്ക് നീളക്കുറവാണോ? തിരിക്ക് ഓവർ നീളമല്ല, എന്നാലും നല്ല തൂക്കവും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നല്ല ഉണങ്ങിയാൽ എങ്ങനെയുണ്ട്? ഉണങ്ങിയ നല്ല നമുക്ക് തൂക്കം കിട്ടുന്നുണ്ട്. ഉണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കി എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കരിമുണ്ടയാണ്. താഴെ കരിമുണ്ട ചെയ്തേക്കുന്നു. ഇത് നമുക്കൊരു കരിമുണ്ട വെറൈറ്റി വരുന്നത്. കരിമുണ്ടയാണ്. കരിമുണ്ട എങ്ങനെയുണ്ട്? ഇങ്ങനെ കരിമുണ്ട നല്ല ഈൽഡിങ് ഉള്ളതാണ്. അല്ല, ഈ കുറ്റിക്കുരുമുളക് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല വെറൈറ്റിയാണ്. ഇവിടെ അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള ഐറ്റാണ്. നമുക്ക് സാധാരണ കരിമുണ്ടയ്ക്ക് ഇച്ചിരി രോഗം കൂടുതലല്ലേ? അപ്പൊ ഇങ്ങനെ കുറ്റിക്കുരുമുളക് ചെയ്യുമ്പോൾ തിപ്പല്ലിയിൽ ചെയ്ത് കഴിഞ്ഞാൽ രോഗം കുറവാണല്ലേ? അതെ. ഗ്രാഫ്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ. അതെ. ഇത് അത്യാവശ്യം നല്ല ഈൽഡ് ഉണ്ട്. അതെ. തിരിനീളം കുറവായിരിക്കും കരിമുണ്ടയ്ക്ക്, പക്ഷെ തൂക്കക്കൂടലുണ്ടാവും. ഒരുപാട് കായ്ക്കുകയും ചെയ്യും. നമുക്കിത് 3 വെറൈറ്റികൾ ഒരു ജാറിൽ ചെയ്തേക്കുന്നത്. ഒരു തൈ ചെയ്തേക്കുന്നത് 3 എണ്ണം. ഇത് കരിമുണ്ട എന്ന് പറഞ്ഞ വെറൈറ്റി. അതുപോലെ തന്നെ ഇത് തിരുവനന്തപുരം കൂടിയാണ് നമ്മളിപ്പോ കണ്ട സാധനം. അതെ. ഇത് തെക്കനാണ്. പെപ്പർ തെക്കൻ. അതെ. തെക്കൻ 1 or 2? തെക്കൻ 1 ആണ്. കുലകളായിട്ട്. അതെ. ഇതിപ്പോ ചെയ്തായി വരുന്നേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുണ്ടായില്ലേ തെക്കൻ്റെ? തെക്കൻ ഉണ്ടായി വരുന്നുണ്ട്. നമുക്കിവിടെ റിസൾട്ട് ഉണ്ട്. പല സ്ഥലങ്ങളിലും പല. എന്നാലും അവിടെ കാണുന്ന അത്ര ഒരു ഇതില്ലല്ലേ? അത് ആയി വരും. അതെ. ഒരുപാടായിട്ടില്ല തൈകൾ ചെയ്തിട്ട്. ഇത് നമുക്ക് വട്ടമുണ്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വരുന്നത്. വട്ടമുണ്ടി. അതെ. ഓവറായിട്ട് നീളം ഉണ്ടാവില്ല, പക്ഷെ മണിത്തൂക്കം ഉണ്ട്. വട്ടമുണ്ടി നല്ല ഇനവാ അല്ലേ? അതെ. നല്ല ഇന. ഇതിന്റെ അല്ലാത്ത തൈകളുണ്ടോ വട്ടമുണ്ടിയുടെ? ഇത് അല്ലാതെ നമ്മള് ഇങ്ങനെ ഗ്രാഫ്റ്റഡ് അല്ലാത്ത നോർമൽ വള്ളിത്തൈകളുണ്ട്. അതെ. കുറ്റിക്കുരുമുളക് നമുക്ക് ഫുള്ള് ഗ്രാഫ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് ഇതിൽ ചെയ്തേക്കുന്നത് കുമ്പുങ്ങൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം കൂടിയും ചെയ്തിട്ടുണ്ട്. രണ്ട് കൂടിയും ചെയ്തു. കുമ്പുങ്ങൽ എങ്ങനെയുണ്ട്? നല്ല വിളവല്ലോ? കുമ്പുങ്ങൽ നല്ല വിളവുള്ളതാണ്. താഴെ ചെയ്തിരിക്കുന്നത് കുമ്പുങ്ങൽ അല്ലേ? അതെ. തിരുവനന്തപുരം കൂടി ഏകദേശം ആ ഒരു ലെവലൊക്കെ പോരും അല്ലേ? കരിമുണ്ട നല്ല വെറൈറ്റി ആണ്. കുമ്പുങ്കലൊക്കെ പോലെ തന്നെ. അതെ. അത്യാവശ്യം മണിവലിപ്പവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കുമ്പുങ്കലാണോ? അല്ല, ഇത് തിരുവനന്തപുരം. തിരുവനന്തപുരം കൂടിയാണ്. ഇതല്ലേ കുമ്പുങ്കല്? താഴെയുള്ളതാണ് കുമ്പുങ്കൽ. ഒരേ തിരിനീളോ രണ്ടും അല്ലേ? കുമ്പുങ്കലിൽ ഈ തിരി ഇങ്ങനെ മറഞ്ഞു കയറി വരും. ഇതുണ്ടോ? തിരിയും. ഇങ്ങനെ അല്ലേ? കേട് കുറവുണ്ടായില്ലേ? കേട് കുറവാണ്. നല്ല തിക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ മണി ഇങ്ങനെ കറങ്ങി വരുള്ളൂ. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഇവിടം തൊട്ട് ആ സൈഡിലേക്കുള്ള ഫുള്ള് നമ്മൾ ചട്ടി തൈകളും അതുപോലെ തന്നെ ഡ്രമ്മിൽ ചെയ്തേക്കുന്ന എല്ലാ തൈകളും നമുക്ക് സെയിലിന് അയക്കുന്ന തൈകളാണ്. ഇങ്ങനെ വെച്ചേക്കോളൂ. അതെ. ഇതിങ്ങനെ ചെറിയ ഡ്രമ്മിൽ ചെയ്ത് വെച്ചേക്കാം. ചെറിയ ഡ്രമ്മിലും ഉണ്ട്, ചെറിയ ചട്ടിയിലും ഉണ്ട്. ഇതിന്റെ റേറ്റ് എന്നാ വരും അന്നേരം? അത് നമുക്ക് നോർമലി ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടോ, ഇതൊക്കെ നല്ല വെറൈറ്റികളാണ്. നല്ല തിരിഞ്ഞികളോ. ഇത് ഏതേനോ? ഇത് നമുക്ക് കുമ്പുകല വന്നത്. കുമ്പുകലിന്റെ തിരിയുണ്ടോ? ഇനങ്ങളനുസരിച്ച് വ്യത്യാസമുണ്ടോ വില? അതെ, ഇനങ്ങളനുസരിച്ച് വ്യത്യാസമുണ്ട്, സൈസിനും ഉണ്ട്. വ്യത്യാസം. ചെറിയ ചട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു 400 തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ 750 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. വലുത് വരുമ്പോഴത്തേക്കും 10,000, 3,000, 4,000 തന്നെ തൈകളുണ്ട്. അത് മറ്റേ ഡ്രമ്മിൽ ചെയ്യും. അതെ. ഇതിൽ ഏറ്റവും മൂവ്മെന്റ് ഉള്ളത് ഇവിടെ? മൂവ്മെന്റ് ചില സ്പെസിഫിക് ആയിട്ട് ഇനം പറഞ്ഞാണ് മേടിക്കാൻ വരുന്നത്. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല മുളകും കണ്ടു കഴിഞ്ഞാൽ ഓരോ നോക്കിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് നീലമുണ്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നീലമുണ്ടി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട് വട്ടമുണ്ടിയും ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയുന്നത്? ഈ ഇലയ്ക്ക് നല്ല വട്ടപ്പായിരിക്കും വട്ടമുണ്ടിക്ക്. നീലമുണ്ടി എന്ന് പറഞ്ഞാൽ ശകലം നീളപ്പേരായിരിക്കും, അതുപോലെ തന്നെ മുളകിന് നീളം ഉണ്ടാവും. വട്ടമുണ്ടിക്ക് തിരിക്ക് എത്ര നീളം? തിരിക്ക് നീളം കുറവാണെന്നുണ്ടെങ്കിലും അതിന് മണിവലിപ്പം ഉണ്ട്, തൂക്കക്കൂടലും ഉണ്ട്. ഇത് നീലമുണ്ടി അല്ലേ? അത് നീലമുണ്ടി. വട്ടമുണ്ടി നമുക്ക് ഇതാണ് വരുന്നത്. ഇതുണ്ടോ, ഈ ഐറ്റം ഇതുപോലെയാണ് വട്ടമുണ്ടി വരുന്നത്. ഇതൊക്കെ വട്ടമുണ്ടിയാണ്. നമുക്ക് നോർമൽ സാധാ കുരുമുളക്, കുറ്റിക്കുരുമുളക് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വെള്ളക്കെട്ട് കൂടുതൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാലോ മഴ കൂടുതലൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ വേര് ചീച്ച വന്ന് തൈകളില്ലാണ്ടായിപ്പോകും. അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ തിപ്പല്ലി അഥവാ കൊളീബ്രീൻ എന്നുള്ള ചെടിയിൽ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. തിപ്പല്ലി ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഏത് വെള്ളക്കെട്ടിലും 360 ദിവസം വെള്ളത്തിൽ മുങ്ങി നിന്നാലും ചീഞ്ഞു പോവില്ല. അതുപോലെ തന്നെ കാലളവ് കൂടുതൽ കിട്ടും, അസുഖങ്ങൾ കുറവായിരിക്കും. ആവശ്യമില്ലാത്ത ഒരു വളങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അണുക്കളയോ തിപ്പല്ലി വലിച്ചെടുക്കില്ല. അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് എല്ലാവരും തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്തേക്കണം കുരുമുളകിലേക്ക് മാറി ചിന്തിക്കുന്നത്. നമ്മൾ ഈ ഇതിന് വളങ്ങളായിട്ട് എന്താ ഇത്? നോർമൽ രീതിയിൽ നമ്മൾ ജൈവവളങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ചാണകപ്പൊടി, വേപ്പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ സാഫ്, ട്രൈക്കോഡെർമ, അതൊക്കെ വേണ്ട രീതിക്ക് മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇതിനകത്ത് ഈ ചട്ടികളിൽ ചെയ്ത് കൊടുക്കും അല്ലേ? ചട്ടികളിൽ നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കും. പിന്നെ അല്ലാണ്ട് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാണ്ട് മാസങ്ങളിൽ നമുക്ക് സാഫ് പോലെയുള്ള വളങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാം. ഫംഗിസൈഡാണ് സാഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ ട്രൈക്കോഡെർമ കൊടുക്കാം, മണ്ണിൽ ഫംഗസ് എല്ലാം കളയാനായിട്ട്. നമ്മൾ ഈ നോർമലി നിൽക്കുന്ന ചെറിയ ചട്ടി നിൽക്കുന്നില്ലേ, അത് എത്ര ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്? അത് സിംഗിൾ ഗ്രാഫ്റ്റ് ആണ്. അതിൽ നിന്ന് വീണ്ടും വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം.
തിപ്പല്ലി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അല്ലേ? അതെ അതെ അതെ. നിങ്ങളിവിടെ ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു കൊടുക്കുമോ വരുന്നവർക്ക്? ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു കൊടുക്കും, കുഴപ്പമില്ല. പഠിപ്പിച്ചു കൊടുക്കും ഉറപ്പായിട്ടും. നമുക്ക് കുറ്റിക്കുരുമുളകിൽ ഓൾ സീസൺ ആണ് കായ വരുന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് തന്നെ നമുക്ക് സിംഗിൾ പ്ലാന്റ് ആണ്. നമ്മൾ നോർമൽ സമയത്ത് ഇപ്പം മുളക് പറിക്കുന്ന സമയമല്ല, എന്നാൽ പോലും നമുക്കിത് കണ്ടോ, മൂത്ത തിരികളുണ്ട്, അതിൻ്റെ ഇളം തിരികളുണ്ട്, പുതിയ തിരികൾ ഇട്ട് വന്നേക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതാണ് എല്ലാ ടൈപ്പ് തിരികളും ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് കുതിരവാലി. ഇതിൽ ഇതുപോലെ തന്നെയാണ്. ഇത് വട്ടമുണ്ടി, ഇതും ഇതുപോലെ തന്നെയാണ്. വട്ടമുണ്ടി അത്, നാടൻകൊടി അത്, അതേപോലെ തന്നെയാണ് തിരികൾ വരുന്നത്. ഇത് കണ്ടോ, 2 ടൈപ്പ് തിരികൾ കണ്ടോ, കണ്ടോ, 3 വെറൈറ്റികളാണ് വരുന്നത്. ഇതിനകത്ത് ഇതുണ്ടോ, മൂത്തതുണ്ട്, അതിന്റെ ഇളവുണ്ട്, അതിന്റെ ഇളം തിരിയുണ്ട്, വീണ്ടും ഇളം തിരിയുണ്ട്. എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത് പറിക്കുമ്പോഴത്തേക്കും അടുത്ത സൈക്കിൾ പോലെ. തിരികൊഴിച്ചിലുണ്ടോ ഇതിന്? തിരികൊഴിച്ചിലില്ല. തിരികൊഴിച്ചിൽ കുറവാ? ഇല്ലില്ല. വേറെ കേടുകളുണ്ടോ? ഇല്ല, വേറെ തിപ്പലി ചെയ്തപ്പോഴത്തേക്കും നോർമലി കേടുകളെല്ലാം കുറവാ. വേറെ അങ്ങനത്തെ കേടിന് മരുന്നില്ല? വേരുകേടുകൾക്ക് മരുന്ന് ചെയ്യണ്ട അല്ലേ? വേണ്ട വേണ്ട വേണ്ട. ഇത് നമുക്ക് കുറ്റിക്കുരുമുളകിന്റെ തൈകൾ വരുന്നത്. ഇത് പന്നിയൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമുക്ക് വരുന്നത്. പന്നിയൂർ 1 ആണോ? അതെ അതെ, പന്നിയൂർ 1. 5 ചെയ്യുന്നുണ്ടോ പന്നിയൂർ? പന്നിയൂർ 5 ചെയ്യുന്നുണ്ട്. 8ഓ? പന്നിയൂർ 1ഉം 5 ആണ് ചെയ്യുന്നത്. 5 ചില സമയങ്ങളിൽ 3 ചെയ്യാറുണ്ട്. ഇത് എന്നാ റേറ്റ് വരും? അത് നമുക്ക് 130 മുതലേക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് ബൾക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ട്. ഇത് പന്നിയൂർ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇരിക്കുന്നത്? കുറ്റിക്കുരുമുളക് ഇത് പന്നിയൂരാണ് ചെയ്തേക്കുന്നത്. വേറെ ഐറ്റങ്ങളുണ്ട്. നമുക്കിത് ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡിന്റെ വെറൈറ്റി ആണ് വരുന്നത്. ഈ കാണുന്നതല്ല ഹൈ റേഞ്ച് കുറ്റിക്കുരുമുളകിന്റെ ചെയ്തേക്കുന്നതാണ്. തിപ്പല്ലിയിൽ ഗ്രാഫ് ചെയ്തേക്കുന്ന കുറ്റിക്കുരുമുളകാണ്. പെട്ടെന്ന് തിരിയിടും. ഇത് എന്നാ റേറ്റ് വരും? ഇത് നമുക്ക് അല്ല, സെയിം അല്ല, വില വ്യത്യാസമുണ്ട്. ഇത് വില കൂടുതലാണോ? അതെ അതെ, വില കൂടുതൽ വരും. ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് അല്ലേ. ഇത് എങ്ങനെയുണ്ട്? നല്ല വെറൈറ്റി ആണ്. നമുക്ക് ഇതേതാ ഈ ഇനം? അത് ഹൈ റേഞ്ചിൽ തന്നെ വള്ളിക്കുരുമുളകാണ് ഗ്രാഫ് ചെയ്തേക്കുന്നത്. ഓക്കെ, നീ ഹൈ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. പറഞ്ഞു പെട്ടെന്ന് നമുക്ക് മുളകിടും. ഗ്രാഫ് ചെയ്ത ഏകദേശം കുറ്റിക്കുരുമുളകിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ മുളക് വീഴുവാണ്. അതുപോലെ വള്ളിക്കാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഇയർ തന്നെ മുളകാവുന്നുണ്ട്. കേടുണ്ടോ ഇതിന്? കേടില്ല, കേട് വളരെ കുറവാണ്. ഇത് നമുക്ക് വട്ടമുണ്ടിയുടെ ഒക്കെ നോർമൽ വള്ളിത്തൈകളാണ് വരുന്നത്. ഏതൊക്കെ ഇനങ്ങൾ ചെയ്യുന്നുണ്ട് നോർമലുള്ള? നോർമലി നമുക്ക് കരിമുണ്ട, പന്നിയൂര്, തെക്കൻ, ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ്, വട്ടമുണ്ടി, നീലമുണ്ടി, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു 10-15 വെറൈറ്റികളോളം ചെയ്യുന്നുണ്ട്. പഞ്ചമി, എല്ലാ വെറൈറ്റിയും ചെയ്യുന്നുണ്ട്. വിജയ് ഉണ്ടോ? വിജയ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബൾക്കായിട്ടല്ല, നോർമലി ചെയ്യുന്നുണ്ട്. നമുക്ക് ജീരകമുണ്ടി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. എല്ലാ ഇനങ്ങളും ഉണ്ടല്ലേ? എല്ലാ ഇനങ്ങളും ഉണ്ട്. ഇതേതാ വരുന്നത്? അത് തെക്കൻ്റെ 1 ആണ്. അതുപോലെ തന്നെ തെക്കൻ്റെ 2 ഉണ്ട്. തെക്കൻ 2 ഉണ്ട്. അതെ അതെ, എല്ലാ ഇനങ്ങളും ഉണ്ട്. ഉണ്ട് ഉണ്ട്. നീലമുണ്ടി ഇത് കുതിരവാലി അല്ലേ? ആ, കുതിരവാലി. നിങ്ങൾ നാഗപ്പതിയിലാണോ ഇത് എടുക്കുന്നത്? അതെ അതെ, തെക്കൻ്റെ 2 ആണിത്. 2-ൽ പതി വെച്ചാണ് തൈകൾ എടുക്കുന്നത് ഇപ്പം. ഇതാണോ നല്ലത്? എളുപ്പം ഇതാണോ? ഗ്രോത്തിന് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഈൽഡിങ്ങിനെല്ലാം വ്യത്യാസമുണ്ട്. ഇതേതാണോ? ഇത് കുതിരവാലി. ഇങ്ങനെ കുതിരവാലിയുടെ പതി വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പതുക്കെ ആയി വരുന്നുള്ളൂ. അതെ അതെ. ഇത് പന്നിയൂർ 1 ആണ്. നമുക്ക് തിപ്പല്ലി ഗ്രാഫ് ചെയ്തേക്കണ പന്നിയൂർ 1 വെറൈറ്റി ആണ്. നല്ല വള്ളി നീളം അല്ലേ? നല്ല വള്ളി നീളം, പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ട്. ഈ തൈകളെല്ലാം അതാണ് പന്നിയൂർ 1ന്റെ തൈകളാണ്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് യാത്രയാവാൻ പോവാണ്. ഈ കുരുമുളക് കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ, അതിനൊപ്പം തന്നെ നല്ലൊരു നഴ്സറി. നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഏത് ടൈപ്പിലുള്ള കുരുമുളക് തൈകളും ഇവിടെ നിന്ന് മേടിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഹൈവേ സപ്ലൈ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. എവിടെ കൊറിയർ ഉണ്ടോ? നിങ്ങൾ കൊറിയർ ഇല്ല, കൊറിയറിൽ ഡാമേജ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് അയച്ച് നമ്മൾ ഹാൻഡ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഡാമേജുകൾ പോകുന്നുണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ഉണ്ട്. ഓക്കെ. നമുക്ക് തിരുവനന്തപുരം മുതൽ കണ്ണൂർ, കാസർഗോഡ് വരെ നമുക്ക് സപ്ലൈ ഉള്ളതാണ്. എല്ലായിടത്തും സപ്ലൈ, എല്ലാ ഹൈവേകളിലും സപ്ലൈ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി. നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്താൽ നമ്മൾ വന്ന ഡേറ്റും സമയങ്ങളെല്ലാം വിളിച്ച് പറയും. ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ അതങ്ങനെ പല സൗകര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അത്ര കാര്യമായിട്ട് കുരുമുളക് പരിപാലനം പോലും വളരെ കുറവാണ്. കുരുമുളക് കർഷകരൊക്കെ എന്താ വെച്ചാൽ ഇപ്പം പുതുതായിട്ടൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത്രയും വലിയ രീതിയിലൊരു നഴ്സറി, അതും എല്ലാ ഇനങ്ങളും ഉണ്ട്. കരിമുണ്ട മുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇനങ്ങളും ഇവരിവിടെ നിന്നുണ്ട്, നിങ്ങൾക്ക് എത്തിച്ചു കേൾക്കും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു ഹൈവേ കൂടെ ഇങ്ങനെ പോകുന്ന വഴിയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു നഴ്സറി കാണുന്നു. ഇവിടെ വന്ന് നമ്മൾ ഇവരെ പരിചയപ്പെടുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നത്
നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. കാരണം അത്രയും കുരുമുളക് തൈകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ചൊക്കെ അറിവുകൾ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൃഷി മേഖലയിൽ തന്നെയാണോ? ഞാൻ IT ആയിരുന്നു. IT ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തിരിഞ്ഞു? IT ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തിരിഞ്ഞാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിലെങ്ങനെയുണ്ട് ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ? നല്ല സംരംഭമാണ്. നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ട്. അടിപൊളിയായിട്ട് ജീവിച്ചു കൂടെ തന്നെയാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു സുഖമുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് ഈ താങ്ങാലുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ പയ്യാനി ചെയ്ത് കൊടുക്കുന്നില്ല. അത് നമുക്ക് വേണ്ട രീതിക്ക് കസ്റ്റമറിന് എന്താണോ ഒരു ഇത് വേണ്ടത് അതനുസരിച്ച് മലവേപ്പൊക്കെ ചെയ്ത് കൊടുക്കും. ഏത് താങ്ങാലാണെങ്കിൽ PVC ആണെങ്കിലോ PVC കോൺക്രീറ്റ് ഏതാണെങ്കിലും ചെയ്ത് കൊടുക്കും. നമുക്ക് വെച്ച് കൊടുക്കാറില്ല, പ്ലാന്റേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സർവീസ് എന്തൊക്കെയാ? അതൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അതുപോലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റേഷനുകൾ നമ്മൾ വേണ്ട രീതിക്ക് എങ്ങനെയാണോ കസ്റ്റമൈസ് ചെയ്യേണ്ടത് അത് രീതിയിൽ ചെയ്ത് കൊടുക്കുക. താങ്ങാലാണെങ്കിൽ താങ്ങാല്, പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ്, അല്ലാണ്ട് താങ്ങാല് നമ്മൾ ചെയ്തിട്ട് പ്ലാന്റ് ആയിട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല രീതിക്കും കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു സർക്കിൾ റേഡിയസിലാണെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട്, അത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഈ ട്രാവലിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലാൻഡ് ഇങ്ങനെ കിടപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് പണിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർ ഒന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു അല്ലേ? അടിപൊളിയായിട്ട് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം തൊഴിലാളികളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണുന്നവരെ ജോബിംഗ് മണി സൈനിങ് ഫ്രോം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു.